ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ മീൻ ഇലയിൽ പൊള്ളിക്കുന്നതാണ് ഉണ്ടാക്കുന്നത്. അതിന് വാഴയില എടുക്കാൻ വന്നതാണ്. മീൻ ഇലയിൽ പൊള്ളിക്കുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് കരിമീൻ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു മീനാണ്. അതിന്റെ പേര് പോർഗീസ്. മീൻ ക്ലീൻ ആക്കാനായിട്ട് നമുക്കിതിന്റെ ചെതുമ്പല് ചെത്തിയെടുക്കാം. കത്തി കൊണ്ട് സ്കെയിൽസ് ചിരണ്ടി കളയാം, അല്ലെങ്കിൽ കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് ഉരയ്ക്കാം. പല വിധത്തിലും നമുക്ക് മീൻ ക്ലീൻ ആക്കാം. പക്ഷെ ഞാനിത് ചെത്തി എടുത്താണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് ഉരച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. മീൻ കഴുകി വൃത്തിയാക്കി മീനിൽ അരപ്പ് പുരട്ടുന്നതിന് മുൻപ് മീൻ വരഞ്ഞെടുക്കണം. ഇനി ഇതുപോലെ മറ്റേ വശവും വരഞ്ഞെടുക്കണം. മീനിൽ പുരട്ടാനുള്ള അരപ്പിനെടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും മിക്സ് ചെയ്ത് സ്വല്പം വെള്ളം കൂടി ചേർത്ത് ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഈ അരപ്പ് മീനിൽ ഒന്ന് ലൈറ്റായിട്ട് പുരട്ടിയാൽ മതി. അരപ്പ് 2 വശത്തും ഇതുപോലെ പുരട്ടണം. അരപ്പ് പുരട്ടിയതിന് ശേഷം അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം, അരപ്പ് നന്നായിട്ട് അതിൽ മീനിൽ പിടിക്കുന്നതിന്. മീൻ വറുക്കുന്നതിന് പാനിൽ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില നിരത്തുക. അങ്ങനെ കറിവേപ്പില നിരത്തുന്നത് കൊണ്ട് മീനിന് നല്ല ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയില്ല. വെളിച്ചെണ്ണയാണ് മീൻ വറുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. മീൻ ഒരുപാട് മൂപ്പിച്ച് വറുത്തെടുക്കണ്ട, ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുത്താൽ മതി. മീൻ വാഴയിലയിൽ പൊള്ളിക്കുമ്പോൾ വെക്കേണ്ട മസാലയാണ് ഇനിയും ഉണ്ടാക്കിയെടുക്കുന്നത്. 3 മീഡിയം സൈസ് സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 15 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 2 വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സബോള നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ 1 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ തനിപ്പാലായിരിക്കണം. അതിൻ്റെ ചാറ് സ്വല്പം കുറുകി നീണ്ടു പോകരുത്. ഈ ചട്ടിയിൽ കാണുന്ന പരുവത്തിൽ പാകത്തിന് എടുക്കുക. ഉപ്പ് സ്വല്പം കുറവുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. അവസാനം 1/2 ടീസ്പൂൺ വിനിഗറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. അരപ്പുണ്ടാക്കി കഴിഞ്ഞു. ഇനിയും മീൻ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കണം. വാഴയിലയിൽ സ്വല്പം എണ്ണ പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വഴറ്റിയെടുത്ത കുറച്ച് മസാല നിരത്തുക. വാഴയില പൊട്ടിപ്പോകാതിരിക്കാൻ സ്വല്പം വാട്ടിയെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ മുകളിൽ വറുത്ത മീൻ വയ്ക്കണം. മീനിൻ്റെ മുകളിൽ കുറച്ച് മസാല കൂടി നിരത്തി മീൻ വാഴയിലയിൽ പൊതിഞ്ഞ്, വാഴയിലയുടെ തന്നെ നാര് കൊണ്ട് വേണമെന്ന് വരിയിൽ കെട്ടാം, അല്ലെങ്കിൽ കിച്ചൺ ട്വെയിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് കെട്ടുക. ഇനിയും പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം. അതിന് പാനിൽ സ്വല്പം എണ്ണയൊഴിച്ചാൽ മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞ മീൻ വയ്ക്കുക. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം.
ഇടയ്ക്കൊന്ന് നമുക്ക് പൊക്കി നോക്കുകയാണെന്ന് ഇവരിൽ കാണാം. നല്ല ഇല വാടി നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്കിന് അത് മറിച്ചിടാം. 2 വശവും ഇതുപോലെ പൊള്ളിച്ചെടുക്കുക. ഏത് ദശയുള്ള മീനും വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.